ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ വചനം ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. ഗലാത്യർ 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ടവരെ, യഹൂദ മതവിശ്വാസികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്നൊക്കെയും ചേർന്ന് വന്ന കൂടുതലും യഹൂദ മതവിശ്വാസികളായിട്ട് വന്നിരുന്ന ഈ ഗലാത്യ സഭകളിലേക്ക് അവിടെ ഇനിയും യേശുക്രിസ്തുള്ള വിശ്വാസത്താലുള്ള പാപമോചനം സ്നാനത്താൽ അവർക്ക് രക്ഷ കിട്ടിയിട്ടും ഇനിയും ന്യായപ്രമാണം കൂടെ പഠിക്കണം, ന്യായപ്രമാണം കൂടെ ആചരിക്കണം എന്നൊക്കെയുള്ള ഒരു ഭാഗം യഹൂദന്മാരിൽ നിന്ന് വന്നവരുടെ വാക്കുകൾക്ക് മുമ്പിൽ പത്രോസ് പോലും തെറ്റിപ്പോയ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ അവരെ ശാസിച്ചുകൊണ്ട് പല കാര്യങ്ങളും അവിടെ എഴുതുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഗലാത്യ ലേഖനം നമുക്ക് കിട്ടുവാനുള്ള കാരണം തന്നെ ഈ യഹൂദന്മാർ അവരുടെ പ്രവൃത്തികളാലും കൂടെ മാത്രമേ രക്ഷ പ്രാപിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ന്യായപ്രമാണം കൂടി ആചരിച്ചെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കത്തുള്ളൂ എന്നുള്ള ഈ വാദം അവർ ഉന്നയിച്ചത് വഴിയാണ് എല്ലാവർക്കും ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഈ ലേഖനം നൽകി തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സഭ അല്ലെങ്കിൽ സഭ എങ്ങനെയാണ് ഉളവായി വരുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരുടെ കൂട്ടത്തെയാണ് സഭ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടം. ഒരു പാപിയായിരിക്കുന്ന മനുഷ്യൻ വിശുദ്ധനായിട്ട് തീരുന്നത് എപ്പോഴാണ്? അവൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമ്പോഴാണ് അവൻ വിശുദ്ധനായിട്ട് തീരുന്നത്. അങ്ങനെ വിശുദ്ധന്മാരെ അല്ലെങ്കിൽ സ്നാനമേറ്റവരുടെ കൂട്ടമാണ്, വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ഈ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ സഭയിൽ നോക്കും പ്രിയരെ, പല മതത്തിൽ നിന്നും പല വിശ്വാസത്തിൽ നിന്നും പല രാഷ്ട്രത്തിൽ നിന്നുമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. അങ്ങനെ ചേർന്നിരിക്കുന്നവരോട് ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അന്ന് മാത്രമല്ല ഇന്ന് നമുക്ക് ഇത് ഏറ്റവും പുതുതായിട്ട് തോന്നുന്നതിൻ്റെ കാരണം എന്താണ്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും അവനെ ധരിച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്, അതിനകത്ത് അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. അപ്പോൾ ഒരു സഭ അല്ലെങ്കിൽ പുതിയ നിയമസഭ സ്നാനമേറ്റ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഈ കൂട്ടത്തിൽ അതിനകത്ത് യഹൂദന്മാരിൽ നിന്ന് വന്നവരുണ്ട്, യവനന്മാരിൽ വന്നവരുണ്ട്, അനേക ജാതി മതസ്ഥരിൽ നിന്നും അനേക ക്രിമിനലുകളായിരുന്നവരൊക്കെയുണ്ട്. അവരെല്ലാവരും യേശുക്രിസ്തു വന്നപ്പോഴെന്താണ് എല്ലാവരും വിശുദ്ധന്മാരും യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരും ദൈവത്തിൻ്റെ മക്കളുമായിട്ട് ഒരു ശരീരമായിട്ട് പണിയപ്പെടുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നിവിടെ പറയുന്നതിൻ്റെ കാര്യം, എന്നാൽ ഇന്ന് പെന്തക്കോസ്റ്റൽ അനുഭവത്തിൽ വന്ന പല കൂട്ടായ്മകളിലും തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഇനിയും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ മാത്രമേ, അല്ലെങ്കിൽ ഇനിയും ചില പ്രവൃത്തികൾ കൂടെ ചെയ്താലേ രക്ഷ പ്രാപിക്കത്തുള്ളൂ എന്നുള്ള പഠിപ്പീര്, അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തുവാൻ വേണ്ടി നമ്മൾ ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആ പഠിപ്പീര്. യഥാർത്ഥ പ്രിയരെ, നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നു, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ആ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർന്ന ജനം ഇനി തൻ്റെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ച് മുന്നേറുവാൻ മാത്രമേ ദൈവം പറയുന്നുള്ളൂ. ആ വിശുദ്ധിയിൽ തന്നെ നിന്നുകൊണ്ട് നമ്മളിനി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സ്വർഗത്തിൽ പോകുവാനല്ല, നമ്മളെ സ്വർഗത്തിൽ ആക്കപ്പെട്ടിരിക്കുന്നുണ്ട്, സ്വർഗത്തിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ആ സ്വർഗത്തിൻ്റെ ഇഷ്ടം നമ്മൾ അറിഞ്ഞു. ആ സ്വർഗത്തിൻ്റെ ഇഷ്ടപ്രകാരം യേശുക്രിസ്തു ഭൂമിയിൽ ചെയ്ത നല്ല പ്രവൃത്തികൾ നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് അവൻ്റെ ശരീരമായിരിക്കും സഭ പൂരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തികളും ഇനി സ്വർഗത്തിൽ എത്തുവാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ നീതി പ്രവൃത്തികളും എല്ലാ സുവിശേഷ പ്രവൃത്തികളും മറ്റ് യേശുക്രിസ്തു ശരീരത്തിൽ ചെയ്തിരിക്കുമ്പോൾ ശരീരത്തിലായിരുന്നപ്പോൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും അതിനകത്ത് രോഗസൗഖ്യമുണ്ട്, പാപമോചനമുണ്ട്, എല്ലാ കാര്യങ്ങളും ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ പ്രത്യാശ ഉറപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇത്രയും മാത്രം ഞാൻ മുഖവരിയായിട്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉദ്ദേശത്തിലേക്ക് ഞാൻ വരികയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഒരു സഭയിലേക്ക് ഒരു ദൂതൻ പറയുമ്പോൾ, അതായത് 2-3 കേസുകൾ ഞാൻ പറയാം, എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച 2-3 കേസുകൾ ഞാൻ പറയാം. ഈ കേസുകൾ മുഖാന്തരമാണ് ഞാനിത് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യത്തിലെ ഒരു കാര്യം ഞാൻ പറയാം. ഒരിക്കൽ ഞാൻ അന്നായിരുന്ന ഒരു സഭയിൽ ഒരു മനുഷ്യൻ വന്ന് ഒരു ദൂതൻ വന്നിട്ട് അല്ലെങ്കിൽ ഒരു പാസ്റ്റർ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിപ്പാനിടയായി. അതായത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യമാണ് അദ്ദേഹം എടുത്തത്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുമ്പോളം അവൻ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെയാകും. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. അപ്പോൾ ഈ പാസ്റ്റർ വന്ന് പ്രസംഗിച്ച കാര്യം എന്താ പറയുക? സഭയിൽ 2 പാസ്റ്റർമാരുണ്ടെങ്കിൽ ഒരു പാസ്റ്ററെ കൈക്കൊള്ളും, ഒരു പാസ്റ്റർ തള്ളപ്പെടും. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചിരിക്കും, ഭർത്താവിനെ എടുക്കും, അല്ലെങ്കിൽ ഭാര്യയെ തള്ളും, അല്ലെങ്കിൽ ഭാര്യ എടുക്കും, ഭർത്താവിനെ തള്ളും. പ്രിയപ്പെട്ട, ഇത്ര പോഷകരമായിരിക്കുന്ന ഈ പഠിപ്പീര് അവരൊക്കെ ജ്ഞാനത്തിൽ തികഞ്ഞവരാണെന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് യെരുശലേമിൽ കർത്താവിൻ്റെ വരവിൽ നടക്കുന്ന സംഭവമായിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. സഭയിൽ ഈ പഠിപ്പീര് യോഗ്യമല്ല. നമ്മളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ.
യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിക്കുന്ന നമ്മളെല്ലാവരും എന്താണ് അവനോട് കൂടെ എന്താണ് അവൻ്റെ വസ്ത്രം, നീതി വസ്ത്രം ധരിച്ച് കർത്താവിൻ്റെ മക്കളാക്കി തീർത്തപ്പെട്ടവരാണ്. അപ്പോൾ സഭയിലെ ശുശ്രൂഷകൾ എപ്പോഴും നമ്മളെല്ലാവരും ദൈവത്തിനുള്ളവരാണെന്നുള്ള ബോധത്തിൽ വേണം പ്രബോധിപ്പിക്കാൻ. ഇനി മറ്റൊരിക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം ആയിരിക്കുന്ന സഭയിലെ അത് നയിക്കുന്നുണ്ടല്ലോ, സെൻട്രൽ പാസ്റ്റർ അല്ലെങ്കിൽ എന്താണ് ആ സഭയുടെ ഒരു സ്ഥാപകൻ, ഇവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു മനുഷ്യൻ വന്ന് തന്നോട് ഇങ്ങനെ ഉപദേശിച്ചത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ഒരു വചനമാണ് എന്നോട് പറഞ്ഞത്. അതിങ്ങനെയാണ്, അതായത് യെശയ്യാവ് തൻ്റെ പാപത്തെ ഓർത്ത് കരഞ്ഞു. അപ്പോഴെന്താണ് ദൂതന്മാരെ ഒരു കുടിലെടുത്ത് 6-ാം അധ്യായത്തിൽ തൻ്റെ നാവിനെ തൊട്ട് ശുദ്ധീകരിച്ചു. അതിനുശേഷം കർത്താവ് ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി ആർ പോകും എന്നൊരു ചോദ്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ട് തന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം കർത്താവിൻ്റെ ഒരു സ്വരം കേൾക്കുകയാണ്, എനിക്ക് വേണ്ടി ആർ പോകും, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം. അപ്പോൾ യെശയ്യാവ് പറഞ്ഞു, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്ത്, നീ ചെന്നീ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കൊണ്ടിട്ടും തിരിച്ചറിയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. കർത്താവെ, എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, പട്ടണത്തിൽ നിവാസികളില്ലാതെയും വീടുകളിൽ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും യഹോവ മനുഷ്യരെ ദൂരത്തകറ്റിയിട്ട് ദേശത്തിൻ്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുമ്പോളം എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ എന്താണ്, ഈ യഹൂദന്മാരുടെ അകൃത്യ നിമിത്തം, അവരുടെ വിഗ്രഹാരാധന നിമിത്തം അവരോട് ചെന്ന് പറയണം, ഇങ്ങനെ കാര്യങ്ങൾ വരും. എന്താണ്, ആ ദേശം ദുർജനമായി പോകുവോളം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുവോളം ഈ ജനം കേൾക്കത്തേ ഉള്ളൂ, അനുസരിക്കത്തില്ല. ഈ ജനം കാണത്തേ ഉള്ളൂ, പക്ഷേ അത് എന്താണ്, അനുസരിക്കത്തില്ല എന്നുള്ള ആ വചനത്തിലൊത്ത വണ്ണം ഈ യഹൂദ ജനം മുഴുവനും പ്രവാസത്തിലേക്ക് പോകുവോളം നീ ഈ ദൂത് അറിയിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ പാസ്റ്റർ വന്നിട്ട് ഈ സഭയുടെ ആ സഭയെ സൃഷ്ടിച്ചെടുത്ത ആ വലിയ ഉപദേശി ഈ ചെറിയ ഉപദേശിയോട് പറഞ്ഞു, നീയും സഭയിൽ ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത്, സഭയിലുള്ള എല്ലാവരും പോകുവോളം നീ പ്രസംഗിക്കണമെന്ന്. പ്രിയരെ, അങ്ങേറ്റം തെറ്റായിരിക്കുന്ന ഉപദേശം. എത്ര വലിയ വ്യക്തിയാണെങ്കിൽ ശരി, ആ സഭയിലുള്ള എല്ലാ വ്യക്തികളെയും ഒന്നിച്ച് ഒരു ശരീരമായിട്ട് പണിഞ്ഞ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാളിൽ ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ അവരെന്താണ് ദൈവവചനത്തിൽ ഉറപ്പിച്ച് മുമ്പിൽ നിർത്താനാണ് ഒരു സഭയിൽ ഒരു ശുശ്രൂഷകനെ അയക്കുന്നത്. അതെല്ലാ സഭകളിലുള്ള പാസ്റ്റേഴ്സിനോട് ഞാൻ പറയുന്നു, യഥാർത്ഥത്തിൽ ആ സഭയിലുള്ള നിങ്ങളുടെ ആടുകളെ അതെന്താണ് പുഷ്ടിയുള്ള ഭോജനം കൊടുത്ത് അവരെന്താണ് ബലഹീനരാകാതെ നല്ല ബലവും ശക്തിയുമുള്ളവരെ, നല്ല അകത്തെ മനുഷ്യൻ നല്ല ശക്തിയുള്ളവരായിട്ട് ദൈവത്തിൻ്റെ നാളിൽ, യേശുക്രിസ്തു നാളിൽ അവൻ്റെ മുമ്പിൽ നിൽപ്പാൻ ഒരു യോഗ്യരാക്കി തീർക്കേണ്ടതിനാണ് ഒരു സഭാ ശുശ്രൂഷകനെ ദൈവം അയക്കുന്നത്. നോക്കുവിന് എന്നിട്ട് ഈ വചനത്തിൻ്റെ തന്നെ മറ്റൊരു കാര്യം പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഗലാത്യ ലേഖനം 7-ന്റെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ വായിച്ച വചനം എന്താണ്? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. പണ്ട് അബ്രഹാം തൻ്റെ ഏകജാതനായിരിക്കുന്ന 100-ാം വയസ്സിൽ കിട്ടിയ തൻ്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അബ്രഹാം അതിന് തയ്യാറായി കഴിഞ്ഞപ്പോൾ ദൈവം അവന് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അതായത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നോക്കുവിന്, നീ എൻ്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ ഇസഹാക്ക് മുഖാന്തരമല്ല, അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരമാണെന്ന് ഈ ഗലാത്യ ലേഖനം തന്നെ പൗലോസ് അപ്പോസ്തലൻ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ യേശുക്രിസ്തുവിൽ കൂടെ, അതായത് അബ്രഹാം തൻ്റെ ഏകജാതനായവനെ യാഗം കഴിച്ചത് വഴി തൻ്റെ പുത്രനായിരിക്കുന്ന ആ ഇസഹാക്കിൽ കൂടെ അല്ല, ഇസഹാക്കിൽ കൂടെ കടന്നു വന്ന ദാവീദിൻ്റെ സന്തതിയായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, അനുഗ്രഹിക്കപ്പെടും ഒരു വാഗ്ദത്ത പ്രകാരമാണ് നമ്മൾ ഇന്ന് സഭയിലായിരിക്കുന്നത്. അപ്പോൾ ആ സഭ അതിൻ്റെ മേളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടങ്ങളെ കൈവശമാക്കും, നീ എൻ്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതി
സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. യഥാർത്ഥ പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും സഭയിലുള്ള അംഗങ്ങൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, അല്ലെങ്കിൽ അത് കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും ഇന്നെന്താണ് വിശ്വാസ സമൂഹം, അല്ലെങ്കിൽ പാപമോചനം നേടിയ ദൈവത്തിൻ്റെ മക്കളുടെ അനുഭവം ഇന്ന് ഈ ഭൂമിയുണ്ട്. എത്ര കോടി ജനങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ആകത്തുക അബ്രഹാം തൻ്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിച്ചത് വഴി ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ അനുഗ്രഹിച്ച അനുഗ്രഹം കൊണ്ടാണ്. ആകയാൽ നോക്കുവിന് നമ്മൾ സഭാജീവിതത്തിലേക്ക് മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് വന്ന ഏതൊരു വ്യക്തിയും തൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ സഹോദരനാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. ഞാൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവനാണ്. അതായത് ആദം പാപം ചെയ്തപ്പോൾ അവൻ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ അവൻ നാണം തോന്നിയിട്ട് അവൻ ഒളിച്ചിരുന്നത് പോലെ ആ ഒളിച്ചിരുന്ന ഇടത്തിൽ നിന്ന് ദൈവത്തിന് മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തിയില്ലാത്ത നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തീകരിച്ചത് ഈ യേശുക്രിസ്തുവുള്ള വിശ്വാസത്തിലുള്ള സ്നാനമാണ്. സ്നാനത്താൽ നമ്മൾ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ആകയാൽ എൻ്റെ സഭ ശുശ്രൂഷന്മാരായിരിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ സഭയിൽ പ്രസംഗിക്കുമ്പോൾ സ്നാപക യോഹന്നാന് അന്ന് യഹൂദന്മാരെ നോക്കി പ്രസംഗിച്ച പോലെ സഭയെ നോക്കി പ്രസംഗിക്കുന്ന ചില പാസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ തന്നെ മഹത്വപ്പെടുത്തിയിട്ട് പറയും, ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യുന്നത്. അവരെന്താണ് മാനുഷികമായിരിക്കുന്ന താൻ എന്തോ സംതിങ് ആണെന്നുള്ള വിചാരത്തിലാണ് സഭസന്തതികളെ എന്നൊക്കെ സമൂഹത്തിലുള്ള സഭയിലുള്ളവരെ വിളിക്കുമ്പോൾ, പ്രിയവരെ, നിങ്ങൾ കുറ്റക്കാരാണ്, നിങ്ങൾ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ യോഗ്യരായിട്ട് തീരുമെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുവിന്. സഭാവിശ്വാസികളെ പറ്റിയവർ നിങ്ങൾ തമ്മിൽ ബുദ്ധി ഉപദേശിക്കുന്നവരും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ ബുദ്ധി ഉപദേശിക്കുന്നവരായിട്ട് തീരണമെന്നാണ് വചനം പറയുന്നത്. ആകയാൽ എന്താണ് തമ്മിൽ ധൈര്യപ്പെടുത്തി തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് നാം എല്ലാവരും യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നുള്ള ഒറ്റ ഉറപ്പിന്മേൽ സഭ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നേറുന്നത്. ആരും ആരുടെ മേൽ കർത്തൃത്വം ചെയ്യേണ്ട, മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം ചെയ്യുന്ന പാസ്റ്റേഴ്സ് എല്ലാം ദൈവകൃപ വിട്ടുപോയവരാണ്. അവർ സ്വന്തം മഹത്വത്തിന് വേണ്ടി അന്വേഷിക്കുന്നവരാണ്. അവരെന്താണ് നെഗളത്തിലാണ്. സഭയുടെ മേൽ കർത്തൃത്വം ചെയ്യുന്ന ഏത് പാസ്റ്റേഴ്സും നെഗളികളാണ്. അവർക്ക് അങ്ങ് ചെന്നെത്തുവാൻ കഴിയത്തില്ല. അവർ പരസ്യമായിട്ട് നാളെ വീഴുന്ന രംഗം നമ്മൾ കാണുവാൻ ഇടവരും. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, തമ്മിൽ നിങ്ങൾ താഴ്മ ധരിച്ചുകൊണ്ട് ആരും ഞാൻ മറ്റുള്ളവനേക്കാളും വലിയവനാണെന്ന് എണ്ണാതെ തമ്മിൽ താഴ്മ ധരിച്ചുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുന്ന സ്ഥാനത്തിലാണെന്നും ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ ദൈവദാസനും അല്ലെങ്കിൽ ഈ വിശ്വാസിയും എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റപ്പോൾ അവനും നീതിവസ്ത്രം ധരിച്ച് ഞങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ആ കൂട്ടാളികളായിരുന്നു തിരിച്ചറിഞ്ഞുകൊണ്ട് തമ്മിൽ ബുദ്ധി ഉപദേശിക്കുന്ന താഴ്മ ധരിച്ചുകൊണ്ട് മുന്നേറുവാൻ എല്ലാവരും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ ചെറിയ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്. കേട്ട ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി.